ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പുട്ടി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലേ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഫിംഗർ സ്ട്രെങ്ത്ത് കൂട്ടിക്കൊണ്ടുവരാം അല്ലെങ്കിൽ ഫിംഗർ സ്ട്രെങ്ത്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ ഈ പുട്ടി എടുത്തിട്ട് നമ്മുടെ രണ്ട് വിരലിനെയും ഒന്ന് റാപ്പ് ചെയ്ത് വയ്ക്കുക. റാപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫിംഗേഴ്സ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വിടർത്തി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നമ്മളിത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പുട്ടി നമുക്ക് വേണമെങ്കിൽ ആട്ടമാവ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ലൂസ് കൺസിസ്റ്റൻസിയിൽ കുഴച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ഗ്രേഡ് ചെയ്തിട്ട് ഹാർഡാക്കി കൊണ്ടുവരാവുന്നതാണ്. അപ്പം ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് തമ്പ് പ്രസ്. നമ്മുടെ പാമിൽ ഈ പുട്ടി വെച്ചതിന് ശേഷം തമ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ലിറ്റിൽ ഫിംഗറിൻ്റെ അവിടേക്ക്, നമ്മുടെ കുഞ്ഞു വിരലിൻ്റെ അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ തിരിച്ച് പാമിൻ്റെ അവിടെ നമ്മൾ തമ്പ് ഫിംഗറിൻ്റെ അവിടേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുക. ഇതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. മൂന്നാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് തമ്പിൻ സ്ട്രെങ്ത് ആണ്. നമ്മൾ ഇൻഡെക്സ് ഫിംഗറിൻ്റെയും തമ്പ് ഫിംഗറിൻ്റെയും സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ക്ലേ നമ്മൾ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫിംഗേഴ്സ് എല്ലാം ഫോൾഡ് ചെയ്തിട്ടുണ്ടാവണം. തമ്പ് വെച്ചിട്ട് നമ്മൾ നന്നായി അത് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നതാണ് തമ്പ് അഡക്ഷൻ. ഇത് നമ്മൾ ഫിംഗേഴ്സ്, തമ്പ് ഫിംഗറും ബാക്കിയുള്ള ഫിംഗേഴ്സും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ട് നീട്ടി വെച്ചിട്ട് നമ്മൾ രണ്ടിൻ്റെയും വെബ് സ്പേസിൽ നമ്മൾ ക്ലേ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഫിംഗർ ഹുക്ക്. നമ്മൾ ഹുക്ക് പോലെ നമ്മൾ ഈ പുട്ടി നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് നന്നായി സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നതാണ് ഫുൾ ഗ്രിപ്പ്. നമ്മൾ നന്നായി നമ്മളുടെ മുഷ്ടി ചുരുട്ടുക, അതിൻ്റെ ഇടയിൽ പുട്ടി വെച്ച് നന്നായി സ്ക്വീസ് ചെയ്യുക. ഇത് നമ്മുടെ ഫുൾ ഹാൻഡ് സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ലൊരു ആക്ടിവിറ്റിയാണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പുട്ടി, നമ്മുടെ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ അപ്വേർഡ് ഡയറക്ഷനിൽ ഇത് പിൻ ചെയ്ത് എടുക്കുക. ഇത് 3 ജോ ചക്ക് പിഞ്ച് എന്നാണ് ഈ ഒരു ആക്ടിവിറ്റീനെ പറയുന്നത്. അടുത്തതായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫിംഗർ എക്സ്റ്റൻഷൻ. നമ്മൾ ഫിംഗേഴ്സ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ബെൻഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ആ പുട്ടി നമ്മളുടെ ഫിംഗേഴ്സിനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ആ ക്ലേ നമ്മൾ കയ്യിൽ ചുറ്റി വെച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫിംഗർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരിക. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഫിംഗർ സ്പ്രെഡ് എന്ന് പറയും. നമ്മളുടെ ഫിംഗേഴ്സിൻ്റെ തുമ്പത്തായിട്ട് നമ്മൾ ഈ ക്ലേ ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്യാനായിട്ട് പറയുക. ഇത് നമ്മുടെ ഫിംഗേഴ്സിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ലൊരു മെത്തേഡാണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നതാണ് ഇതേപോലെ നമ്മൾ പിഞ്ച് ചെയ്ത് കൊടുക്കുക. ഫിംഗർ പിഞ്ച് നമ്മൾ ഓരോ വിരലും മാറ്റിയിട്ട് ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നതാണ് നമ്മൾ തമ്പിൽ പുട്ടി ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ട് മേലേക്ക് പുഷ് ചെയ്യുക. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ടു യു. ഇത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.